മാഷ് വിളിച്ചോണ്ട് മാത്രമായി സമയത്ത് ഞാൻ വന്നേ. ദേവകിക്ക് വലിവ് കൂടുതലാ. നാട്ടിലുള്ള സ്വർണ്ണം മുഴുവൻ മേടിച്ച് കെട്ടിച്ചു വിട്ട പെമ്പിള്ളാർക്ക് രണ്ടുപേർക്കും ഇപ്പൊ അമ്മയെ നോക്കാൻ നേരമില്ല. ഇയാൾക്കാണ് എറണാകുളത്ത് പോണ്ടേ? അതെ, നമുക്ക് വേഗം പുറപ്പെടാം. മാഷക്ക് പരിചയമുള്ള ആളാണോ? സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് സമയം ഉണ്ട്. പാതിരാക്കി സവാരിയും വിളിച്ചോണ്ട് പോയി ആളില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഡ്രൈവറെയും കൊന്ന് വണ്ടി തട്ടിക്കൊണ്ട് പോണതേ ഇപ്പൊ ഒരു സ്ഥിരം ഏർപ്പാടാ. അതുകൊണ്ടാ ചോദിച്ചത് മാഷക്ക് പരിചയമുള്ള ആളാണോന്ന്. ഞാനിപ്പോ പരിചയപ്പെട്ടതേ ഉള്ളൂ. എന്നാൽ ആളുകളെ കണ്ട അറിയില്ല നായരെ. ഇയാൾക്ക് എത്രയും പെട്ടെന്ന് എറണാകുളത്ത് എത്തണം. എന്തായി കാണിക്കുന്നത്? എന്റെ സേഫ്റ്റി എനിക്ക് നോക്കിയേ പറ്റൂ. ബാഗിൽ വല്ല കത്തിയോ തോക്കോ നോക്കണമല്ലോ. പിന്നൊരു കാര്യം, ഫ്രണ്ട് സീറ്റിലിരിക്കണം. ബാക്കിലിരുന്ന പുറകിൽ നിന്ന് പെടലേക്ക് പിടിച്ച് വെക്കാൻ എളുപ്പാ. പിന്നെ വഴിയിലൊന്നും വണ്ടി നിർത്തില്ല. വഴിയിൽ ഒരാളെ കയറ്റത്തുമില്ല. ഏറ്റോ വേണമെങ്കിൽ ഡിക്കിയിൽ ഇരിക്കാം. അപ്പൊ നിങ്ങൾ വളരെ സേഫ് ആയിരിക്കുമല്ലോ. എന്നാ ഞാനൊന്ന് മൂത്രം വെച്ചിട്ട് വരാം. പിന്നെ അതിന് നിർത്തണ്ടല്ലോ. വേണോ? വേണ്ട. കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും പേടിയാ. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളോട് സംസാരിച്ച വക്കീൽ അറിഞ്ഞോ ഒരു അപകടം അയാൾ കാത്തിരിക്കേണ്ടത്? നിങ്ങളുടെ ഈ യാത്ര വെറുതെ ആവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. കുറച്ചുകൂടെ സ്പീഡിൽ പോയാൽ നന്നായിരുന്നു. നിങ്ങളോടാ പറഞ്ഞത് കുറച്ചുകൂടെ സ്പീഡിൽ പോണം. ഇത് വിമാനമല്ല. ഇത്രയും നേരമായിട്ട് തൃശ്ശൂർ പോലും എത്തിയിട്ടില്ല. എഞ്ചിൻ പണി കഴിഞ്ഞിട്ട് ദിവസം 2 ആയുള്ളൂ. അടുത്ത 1000 കിലോമീറ്റർ വരെ ഈ സ്പീഡിലേ പോകാവൂ. അത് പുറപ്പെടുമ്പോ പറഞ്ഞില്ലല്ലോ. അത് പുറപ്പെടുമ്പോ ചോദിച്ചില്ലല്ലോ. എഞ്ചിൻ പണി കഴിഞ്ഞോ, എത്ര സ്പീഡിൽ ഓടും എന്നൊക്കെ ചോദിച്ചിട്ടാണോ ആളുകൾ ടാക്സി വിളിക്കുന്നത്? സ്പീഡിന്റെ കാര്യത്തിൽ നിർബന്ധമുള്ളവർ അതൊക്കെ ചോദിക്കണം. പ്ലീസ് നിങ്ങളൊന്ന് വേഗം വിടൂ. ഇറങ്ങിക്കോളൂ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ. വാടക തരുന്നുള്ള ധിക്കാരമൊന്നും ആരെടുത്ത് വേണ്ട. ഇതുവരെ ഓടിയതിന്റെ കാശ് എനിക്ക് വേണ്ട. ഇറങ്ങ. നിങ്ങൾ എന്തായി പറയുന്നത്? ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ട് പോകും? ഒരു നല്ല മനുഷ്യന്റെ ജീവൻ അപകടത്തില്. അയാളെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് അന്വേഷിച്ച് പുറപ്പെട്ടതാ ഞാൻ. എന്നാ ജീവൻ രക്ഷാ മാർച്ചത് ഒരു ബാനറിൽ വണ്ടിയുടെ മുമ്പിൽ കെട്ടാം. വഴിയുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാം. നിങ്ങൾ വണ്ടി എടുക്കൂ പ്ലീസ്. വണ്ടി എടുക്കാം, പക്ഷെ ഇനി എന്നെ പ്രകോപിപ്പിക്കരുത്. പറഞ്ഞേക്കാം. ആ വക്കീലിന് ഇനി എന്താ ചെയ്യേണ്ടത്? വക്കീൽ ഒരു ചൂണ്ടയാണ്. അവള് വരട്ടെ. ഇനി അവള് പറയുന്ന ഇവിടെ ഒരു മനുഷ്യരും വിശ്വസിക്കരുത്. ഒരാളും അവളെ സഹായിക്കാനുണ്ടാവരുത്. ചെക്കന്റെ ബോഡിയുടെ കൂടെ മാറങ്കരയിലേക്ക് നമ്മുടെ ആൾക്കാരും പോണം. അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തായാലും ഉച്ചക്ക് മുമ്പ് ഞാൻ അവിടെ എത്തും. മൊബൈലിന്റെ ചാർജ് തീർന്നു. ഗായത്രിയോട് പറഞ്ഞാൽ മതി. വണ്ടി എടുക്കൂ. വണ്ടി എടുക്കാൻ. भाई क्या चाहिए? ഇവിടെ ജോലി ചെയ്യുന്ന അനുരാധ നന്ദനെ ഒന്ന് കാണണമായിരുന്നു. അനുരാധ നന്ദൻ വർക്കിംഗ് ഹിയർ. ഐ വാണ്ട് ടു മീറ്റ് ഹിയർ. मैडम इधर नहीं है, 10 बजे के बाद आओ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഇതിനു വേണ്ടി ഗുരുവായൂരിൽ ടാക്സി പിടിച്ച് വരികയാണ്. പ്ലീസ് ഹെൽപ്പ്. आपको सुनाई नहीं देता? വെരി സീരിയസ് മാറ്റർ. അതുകൊണ്ടാണ്. അവർ താമസിക്കുന്നത് എവിടെയാണെന്നെങ്കിലും പറഞ്ഞു തരാമോ? ഇവിടെ നിർത്തും. അപ്പൊ ഇനി എനിക്ക് പോവാലോ. 1200 രൂപ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ.
ഈ വീടാരോ ആക്രമിച്ചിരിക്കുക. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടാണോ? ഈ വക്കീലിന്റെയും ഭാര്യയുടെയും വീടാണിത്. ഇവരുടെ ആ. നിങ്ങളിത് എങ്ങോട്ടാ? ഹലോ നന്ദൻ, ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഗുരുവായൂരിൽ എപ്പോൾ എത്തി? ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ട്രൈ ചെയ്യാം. നന്ദൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഐ മീൻ ട്രബിൾ. ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് 4 ബസ് മാറി കയറി ഞാൻ വന്നത്. നമ്മുടെ ശ്രുതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഈ അനുരാധയാണ് വിളിച്ചത്. അവർ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. ആ കുട്ടി കൂടുതൽ കുഴപ്പത്തിൽ പെടുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ലൈബ്രറിയിൽ എത്തണം. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? പോലീസ് അന്വേഷിക്കുന്നവരാ ഇവര്. ഇതിലൊക്കെ പെട്ടെന്ന് നമ്മളും കൊടുക്കും. ഇവർ നിരപരാധികളാണ്. ആരോ മനഃപൂർവ്വം ഇവരെ ഇതിൽ കുടുക്കിയതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈ നന്ദൻ മേനോൻ ഇന്നലെ രാത്രി എന്റെ കൂടെ ഗുരുവായൂരിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ കോട്ടയത്ത് നടന്ന ഒരു മരണത്തിന് ഇയാൾ ഉത്തരവാദിയാകും? നിങ്ങൾക്കിതിൽ എന്താ കാര്യം? കാര്യമുണ്ട്. ഈ സത്യം അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. അപകടത്തിൽപ്പെട്ട അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ഈ നേരത്ത് നാട്ടിൽ ഉത്സവം കൂടി നിൽക്കേണ്ട ആളാണ് ഞാൻ. ഇന്നലെ എന്നെ റോഡിലിറക്കി തിരിച്ചു പോകേണ്ട ആളാണ് നിങ്ങൾ. എന്നിട്ട് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഇവിടെയാണെങ്കിൽ അതിന്റെ പുറകിലൊരു നിയോഗമില്ലേ? ഭയമുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ പോയിക്കോളൂ. ഇവരെ സഹായിക്കാൻ എന്നെ കൊണ്ടാവുന്നത് എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയുന്നത് എന്താണ് അർത്ഥം? അനുരാധ, നിങ്ങളാരാ? ഇപ്പൊ വീട്ടിൽ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ഞാനായിരുന്നു. എന്നുവെച്ചാ വീട്ടിലപ്പോ നന്ദൻ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഗുരുവായൂർ പാസഞ്ചറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ആരൊക്കെയോ ചേർന്ന് അയാൾ തട്ടിക്കൊണ്ടുപോയി. ആ വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഇന്നലെ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഈ വാർത്ത കള്ളമാണെന്ന് എനിക്കറിയാം. എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്?